ആരും ഇത് പ്രതികരിക്കാത്തതുകൊണ്ടായിരിക്കും എൻ്റെ ആവശ്യമില്ലാത്ത മ്യൂസിക് വിട്ട് സാധനങ്ങളൊക്കെ ചെയ്തത് എനിക്കിഷ്ടമല്ല. അത് ആരുടെയൊക്കെ അക്കൗണ്ടിൽ വരുമോ? നമസ്കാരം. നമ്മുടെ നാട്ടിൽ ഇപ്പൊ കുറെ ഓൺലൈൻ ഗോസിപ്പ് ചാനലുകളുണ്ട്. പണ്ടത്തെ മഞ്ഞപ്പത്രങ്ങളില്ലേ, അതേ പ്രവൃത്തി യൂട്യൂബിൽ ചെയ്യുന്ന കുറേ ചാനലുകളുണ്ട്. അപ്പൊ ഇവരുടെ മെയിൻ കോണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. സോഷ്യൽ മീഡിയയിലൊക്കെ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ്, ആക്ടേഴ്സ്, മോഡൽസ്, ആങ്കേഴ്സ്, ഇത്തരക്കാരായിരിക്കും ഇവരുടെ പ്രധാനപ്പെട്ട കോണ്ടന്റ്. മെയിൻ ആയിട്ട് സ്ത്രീകളായിരിക്കും. കാരണം ഗോസിപ്പുമായിട്ട് സ്ത്രീകളെ കണക്ട് ചെയ്യുമ്പോഴല്ലേ കൂടുതലൊരു ഹരമുള്ളൂ. അതുകൊണ്ട് തന്നെ ഫേമസ് ആയിട്ടുള്ള സ്ത്രീകളായിരിക്കും ഇവരുടെ പ്രധാനപ്പെട്ട ഇര. അപ്പൊ ഇത്തരത്തിലുള്ള സ്ത്രീകൾ, ഫേമസ് ആയിട്ടുള്ള സ്ത്രീകൾ എവിടെയെങ്കിലും പോകുമ്പോൾ, ഇപ്പൊ അവാർഡ് ഫംഗ്ഷന്, ഇനാഗുറേഷന്, ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ആ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഇവര് വീഡിയോ ആക്കും. പിന്നെ അവരുടെ സോഷ്യൽ മീഡിയ അപ്ഡേറ്റുകൾ, സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ പോസ്റ്റുകൾ ഇട്ട് കഴിഞ്ഞാൽ അതും എടുത്ത് ഇവർ വീഡിയോ ആക്കും. അപ്പൊ ഈ വീഡിയോ ആക്കുമ്പോൾ ഇതിനകത്ത് വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്ന ഒരു മെയിൻ പരിപാടി എന്താണെന്ന് അറിയാമോ? ഈ സ്ത്രീകളുടെയൊക്കെ ഫോട്ടോസ് കുറച്ച് വൾഗർ ആയിട്ടുള്ള രീതിയിലായിരിക്കും ഇവർ തംബ്നെയിലിൽ ഇടുക. തംബ്നെയിൽ മാത്രമല്ല, ആ വീഡിയോയ്ക്കുള്ളിലും ആ രീതിയിലായിരിക്കും ഇടുന്നത്. അപ്പം വളരെ നോർമൽ ആയിട്ട് ഫുൾ കവർ ചെയ്ത് ഡ്രസ്സ് ധരിച്ച സ്ത്രീ ആണെങ്കിൽ പോലും ഇവർ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആംഗിളിൽ നിന്നൊക്കെ ആയിരിക്കും ഫോട്ടോ എടുക്കുന്നത്. നേരായ രീതിയിലല്ല ഇവർ ഫോട്ടോ എടുക്കുന്നത്. പല ആംഗിളിൽ നിന്ന് ഇവരുടെ ശരീരഭാഗങ്ങൾ കുറച്ച് ബൾജ് ചെയ്ത് കാണിക്കുന്ന രീതിയിൽ, ശരീരഘടന എടുത്തറിയുന്ന രീതിയിലുള്ള ഫോട്ടോസൊക്കെ ഇവരെടുക്കും. ഈ പടിയൊക്കെ കയറുമ്പോൾ ക്യാമറ താഴെ കൊണ്ടുവച്ചിട്ട് ഫോട്ടോസ് എടുക്കത്തില്ലേ, അപ്പം പല ബൾജ് ചെയ്ത രീതിയിലുള്ള ഫോട്ടോസൊക്കെ കിട്ടും. ആ ഫോട്ടോസ് എടുത്ത് തംബ്നെയിലാക്കും. അപ്പോൾ ഉറപ്പായിട്ടും വ്യൂസ് കൂടുമോ? ഉറപ്പായിട്ടും വ്യൂസ് കൂടും. അപ്പോൾ ഇത്തരം ചാനലുകളുടെ പ്രധാനപ്പെട്ട കാഴ്ചക്കാരെന്ന് പറയുന്നത് പുരുഷന്മാരായിരിക്കും. ഭൂരിഭാഗവും പുരുഷന്മാരായിരിക്കും ഇതൊക്കെ കാണുന്നത്. അങ്ങനെ വ്യൂസ് കൂട്ടാൻ വേണ്ടി വൃത്തികെട്ട പരിപാടികളാണ് ഈ ഓൺലൈൻ മീഡിയാസ് ഒക്കെ കാണിക്കുന്നത്. അതുകൂടാതെ തന്നെ ഇവര് ഭയങ്കര ശല്യക്കാരാണ്. ഈ കല്യാണത്തിനൊക്കെ വിളിക്കാതൊക്കെ ചെല്ലും. ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒക്കെ കല്യാണമില്ലേ, കല്യാണത്തിനൊക്കെ വിളിക്കാതെ കയറി ചെന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കുക, അവിടെ ഉന്തും തെള്ളും ഉണ്ടാക്കുക. അങ്ങനെ ഇവരുടെ കോണ്ടന്റിന് വേണ്ടി ഇവർ എന്ത് വൃത്തികെട്ട പരിപാടിയും കാണിക്കാൻ തയ്യാറാണ്. പലപ്പോഴും ഈ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഈ ഫോട്ടോസും വീഡിയോസും കണ്ടാലും അവർ പ്രതികരിക്കാറില്ല. എന്നാൽ അത്തരത്തിലൊരു ഓൺലൈൻ ചാനലിനിട്ട് നല്ല ഒന്നാമത്തെ ഒരു പണി കൊടുത്തേക്കാണ് പാർവതി കൃഷ്ണ. നടിയും മോഡലും ആങ്കറും ഒക്കെ ആയിട്ടുള്ള പാർവതി കൃഷ്ണ. അപ്പോൾ പാർവതി കൃഷ്ണയുടെ ഇൻസ്റ്റഗ്രാമിൽ പാർവതി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാനൊന്ന് കാണിച്ചു തരാം. വളരെ വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യം പറയാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ പൊതുവെ നിങ്ങൾക്കറിയാം, ഞാൻ ഒരുപാട് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പം കഴിഞ്ഞ ദിവസം ഇതുപോലെ ബീച്ചിൻ്റെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്ത സമയത്തും മാക്സിമം നെയ്വലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ക്ലീവേജ് ഒന്നും വരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അത് ഞാൻ കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ, ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ടാണ്. അപ്പം എൻ്റെ ഫോട്ടോഗ്രാഫറായ രേഷ്മ ബിഹൈൻഡ് ദ സീൻസ് ഇട്ട സമയത്ത്, പുള്ളിക്കാരി യൂട്യൂബിൽ ഇട്ട സമയത്ത് ഒരു മീഡിയ, രോമാഞ്ചം മീഡിയ എന്ന് പറഞ്ഞ ഭയങ്കര പേരുള്ള ഒരു മീഡിയ, അവർ അതിലേതൊരു വൈറ്റ് ഷോട്ടിൽ എൻ്റെ ഒരു നേവൽ സ്ലിപ്പ് ആവുന്നുണ്ട്. അവരത് ഭയങ്കര വൈറ്റ് ഷോട്ടിൽ നിന്ന് അവന്മാർ അത് കഷ്ടപ്പെട്ട് സൂം ചെയ്ത് അവന്മാരുടെ മീഡിയാസിലൊക്കെ ഇട്ടു. അതെടുത്ത് ഒരുപാട് പേജസിലിട്ടു. ഇന്ന് അവന്മാരുടെ അക്കൗണ്ട് ടെർമിനേറ്റ് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവന്മാരുടെ അക്കൗണ്ട് പോയി. ഇത് എവിടെയൊക്കെ വരുമോ എനിക്കറിയില്ല. ആരും ഇത് പ്രതികരിക്കാത്തതുകൊണ്ടായിരിക്കും എൻ്റെ ആവശ്യമില്ലാത്ത മ്യൂസിക് വിട്ട് സാധനങ്ങളൊക്കെ ചെയ്തത് എനിക്കിഷ്ടമല്ല. അത് ആരുടെയൊക്കെ അക്കൗണ്ടിൽ വരുമോ ആ അക്കൗണ്ടൊക്കെ പോകാനുള്ള പരിപാടികൾ ഞാൻ ചെയ്യും. ഇതാവശ്യമില്ലാതെ എൻ്റെ അടുത്ത് വല്ല കൊഞ്ചാനോ കൊഴയാനോ ആർക്കെങ്കിലും വല്ലതും വരാനും താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ വായിരിക്കുന്ന പച്ചത്തെറി കേൾക്കുന്നില്ല. എനിക്കറിയാം ബാക്കിയുള്ളവർ എന്തുകൊണ്ട് അത് റിയാക്ട് ചെയ്യുന്നില്ല എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഒരു വീഡിയോയോ ഫോട്ടോയോ ആവശ്യമില്ലാതെ എന്തെങ്കിലും എടുത്തിട്ട് നിങ്ങൾ അതിൽ കിടന്ന് പണിയാൻ നിന്നാൽ നല്ല പണി വാങ്ങിക്കും. ഇത് ഭീഷണിയൊന്നുമല്ല, അതെൻ്റെ ഒരു വ്യക്തി സ്വാതന്ത്ര്യം വെച്ചിട്ട് ഞാൻ പറഞ്ഞാണ്. അത് ഞാൻ ലീഗലി തന്നെ മൂവ് ചെയ്തിരിക്കും. ഇത് വേറെ ആരും ചുമ്മാ ഒന്ന് പറയുന്നില്ല. ഞാൻ ലീഗലി മൂവ് ചെയ്തിട്ടാണ് ഇന്ന് അവൻ്റെ അക്കൗണ്ട് പോയത്. ബാക്കിയുള്ളവർ അക്കൗണ്ട് കളയാനുള്ള പരിപാടികൾ ഞാൻ ചെയ്തിരിക്കും. സോ ബെറ്റർ, നിങ്ങളുടെ എന്ത് രോമാഞ്ചമാണെങ്കിലും ശരി, എന്ത് കുളിരു കോരിപ്പിക്കുന്ന സാധനങ്ങളാണെങ്കിലും ശരി, ആവശ്യമില്ലാതെ എൻ്റെ സാധനങ്ങൾ ഇട്ടാ. അടിപൊളി, അവരുടെ ചാനൽ തന്നെ പൂട്ടിച്ചു. ഇങ്ങനെ പ്രതികരിക്കണം. പ്രതികരിക്കാതിരിക്കുന്നത് കൊണ്ടാണ് ഇവരിതൊക്കെ ധൈര്യമായിട്ട് എടുത്ത് പിന്നെ ഈ പരിപാടി കാണിക്കുന്നത്. ഭയങ്കര മോശമാണ്. ഒരു സ്ത്രീയുടെ, പുരുഷന്റെ അവരറിയാതെ അവരുടെ ഇത്തരം ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യാൻ ഒരു വ്യക്തിക്കും റൈറ്റ് ഇല്ല, ഒരു വ്യക്തിക്കും അവകാശമില്ല. അതിപ്പോൾ അവരുടെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത ഫോട്ടോ ആണെങ്കിൽ പോലും ഇങ്ങനെ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം സോഷ്യൽ മീഡിയകളിൽ അപ്ലോഡ് ചെയ്ത ഫോട്ടോ അതേപോലെ അല്ല ഇവർ പോസ്റ്റ് ചെയ്യുന്നത്. അതേപോലെ ആണെന്നുണ്ടെങ്കിൽ പിന്നെയും ഓക്കെ, ന്യായീകരിക്കാം. അതേപോലെ അല്ല പോസ്റ്റ് ചെയ്യുന്നത്. കുറച്ചും കൂടി അവരുടെ ശരീരഭാഗം കുറച്ചും കൂടി എടുത്ത് അറിയത്തക്ക രീതിയിലായിരിക്കും ഇവർ പോസ്റ്റ് ചെയ്യുന്നത്. ഭയങ്കര മോശമാണ്. പൊതുവേ നമ്മൾ മലയാളി സ്ത്രീകളുടെ ശരീരം എന്ന് പറയുന്നത് കുറച്ച് ചബ്ബി ആയിട്ടുള്ള ശരീരമാണ്. ഈ കൊറിയക്കാരുടെയും ചൈനക്കാരുടെയും പോലെ സ്കിന്നി ആയിട്ടുള്ള ബോഡി അല്ല മലയാളി സ്ത്രീകൾക്ക്. കുറച്ച് ചബ്ബി ആയിട്ടുള്ള ശരീരമാണ്. പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ഉള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചബ്ബി ആയിട്ടുള്ള ശരീരമായിരിക്കും. അത്യാവശ്യം കുറച്ച് വണ്ണം വെച്ച രീതിയിലുള്ള ശരീരമായിരിക്കും.
പണ്ട് കാലത്ത് മലയാളി സ്ത്രീകളെ കവികളൊക്കെ വർണ്ണിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഇപ്പോൾ പല ആംഗിളിൽ നിന്ന് നേരായ രീതിയിലാണ് ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ വൃത്തിയായിട്ടായിരിക്കും ആ ഫോട്ടോ വരുന്നത്. പക്ഷെ ഇവരങ്ങനെയല്ല. ഇവർക്ക് മാത്രം അറിയാവുന്ന കുറേ ആംഗിളുകളുണ്ട്. ആ ആംഗിളിൽ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ഇവരുടെ ശരീരഭാഗങ്ങൾ കുറച്ചും കൂടി വലുതാക്കിയായിരിക്കും കാണിക്കുന്നത് ആ ഫോട്ടോസിൽ. അങ്ങനെയൊക്കെ ഫോട്ടോ എടുക്കാൻ ഇവർക്ക് ആരാണ് പെർമിഷൻ കൊടുത്തത്? ഒരു മനുഷ്യനും അതിനുള്ള പെർമിഷൻ ഇല്ല. അപ്പം ഇത്തരം കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കുക, റിയാക്ട് ചെയ്യുക. നമ്മൾ റിയാക്ട് ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ഈ ഓഫീസ് പൂട്ടാൻ നമുക്ക് പറ്റും. ഇപ്പം ആ ചാനൽ പൂട്ടിക്കെട്ടിയില്ലേ, അതേപോലെ പൂട്ടിക്കെട്ടാനുള്ള അവസരമുണ്ട്. യൂട്യൂബ് അതിനുള്ള അവസരം നൽകുന്നുണ്ട്. ഒരു വ്യക്തിയുടെ പ്രൈവസിയിൽ കയറി മറ്റൊരു വ്യക്തി ഇടപെട്ട് ആ രീതിയിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആരും പ്രതികരിക്കാതെ ഇവരെ അങ്ങ് വളർത്തിക്കൊണ്ടുവരും. മെയിനായിട്ട് ഇത്തരം ചാനലുകളെ വളർത്തുന്നത് പുരുഷന്മാരാണ്, അല്ലെന്ന് പറയാമോ? ഇതിൻ്റെയൊക്കെ വ്യൂവേഴ്സ് കൂടുതലും പുരുഷന്മാരായിരിക്കും. കാരണം ഇതൊക്കെ കാണുമ്പോഴത്തേന് പുരുഷന്മാർക്ക് എന്തോ അങ്ങ് വലിയൊരു സംതൃപ്തി പോലെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? ഇത്തരം ചാനലുകൾ പോയി കാണും. ഇങ്ങനെയുള്ള ചാനലുകൾ കാണാതിരിക്കുക. അവർ ക്യാപ്ഷൻ ഇടുന്നത് ഇങ്ങനെ ആയിരിക്കും: ആ നടി അവിടെ ചെയ്തത് കണ്ടോ, ബീച്ചിൽ പോയപ്പോൾ ആ നടി ചെയ്തത് കണ്ടോ, അല്ലെങ്കിൽ അവാർഡ് ഫംഗ്ഷന് പോയപ്പോൾ ഈ നടി ചെയ്തത് കണ്ടോ, എന്ത് ചെയ്തെന്ന്. ഇങ്ങനെയൊക്കെയാണ് ക്യാപ്ഷൻ ഇടുന്നത്. ക്യാപ്ഷൻ മാത്രമല്ല, ഫോട്ടോസ് കാണുമ്പോൾ നമുക്ക് തന്നെ അവന്മാരെ പോയി 2 തല്ല് കൊടുക്കാൻ തോന്നും. നേരായ രീതിയിലാണ് ഇവർ വീഡിയോസ് ഒക്കെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇതങ്ങനെയല്ല. ഒരാളുടെ പ്രൈവസിയിൽ കയറി കൂടുതലായിട്ട് ഇടപെട്ട് അവരുടെ ഫോട്ടോസൊക്കെ ഭയങ്കര മോശപ്പെട്ട രീതിയിൽ, വൃത്തികെട്ട രീതിയിൽ ഇതിനകത്തൊക്കെ പോസ്റ്റ് ചെയ്യും. ഒരു സ്ത്രീയുടെ ഫോട്ടോയും ആ രീതിയിൽ പോസ്റ്റ് ചെയ്യാൻ ഒരു മനുഷ്യനും അവകാശമില്ല. സ്ത്രീ ആയിക്കോട്ടെ, പുരുഷനായിക്കോട്ടെ, നടനായിക്കോട്ടെ, നടിയായിക്കോട്ടെ, സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ഇടുന്ന ആൾക്കാരായിക്കോട്ടെ, ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ, അവർക്ക് എല്ലാവർക്കും പ്രൈവസി ഉണ്ട്. അവർ നമ്മുടെ മുമ്പിൽ കാണിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്കറിയത്തുള്ളൂ. അതിൽ കൂടുതലായിട്ട് അവരുടെ പ്രൈവസിയിലേക്ക് കയറി ഇടപെടാനോ അവരെവിടെയെങ്കിലും പോകുമ്പോൾ അവരുടെ പുറകെ ചെന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഈ രീതിയിൽ എടുക്കാനോ ഒരു വ്യക്തിക്കും അവകാശമില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതികരിക്കുക. സ്ത്രീകളായിക്കോട്ടെ, പുരുഷന്മാരായിക്കോട്ടെ, പ്രതികരിക്കുക. പ്രതികരിക്കാതെ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഇവരുടെ ശല്യം കൂടത്തേ ഉള്ളൂ. ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസർ അവരുടെ കല്യാണ തീയതി ഒന്ന് യൂട്യൂബിൽ പറഞ്ഞെന്ന് വിചാരിക്കുക. ആ കല്യാണത്തിൻ്റെ അന്ന് ബാക്കി എല്ലാ ബന്ധുക്കളും പ്രസന്റ് ആകുന്നതിന് മുമ്പ് ഈ ഓൺലൈൻ മീഡിയാസ് പ്രസന്റ് ആയിരിക്കും. അവരെ വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, വിളിക്കാതെ ചെന്ന് കയറിയിട്ട് ഇതേപോലെ കരയുന്നതും പിഴിയുന്നതും എല്ലാ ഫോട്ടോസ് എടുത്ത് വീഡിയോസ് എടുത്ത് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യും. അവർക്ക് ആ ഫോട്ടോസും വീഡിയോസും കിട്ടുന്നതിന് മുമ്പ് ഇവർക്ക് കിട്ടും. വിളിക്കാതെ നിരങ്ങി കയറി ചെല്ലാൻ നാണമില്ലേ? നിങ്ങളുടെ കോണ്ടന്റ് ആയിരിക്കാം, പക്ഷെ എന്നാലും അവരുടെ പ്രൈവസിയാണ്. എല്ലാവർക്കും പ്രൈവസി ഉണ്ട്. ആ പ്രൈവസിയെ മാനിക്കണമെന്ന് മനസ്സിലാക്കുക. പണ്ടത്തെ മഞ്ഞപ്പത്രക്കാർ ചെയ്യുന്ന അതേ പ്രവൃത്തി, അതിനേക്കാട്ടിൽ മോശമായിട്ടാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രതികരിച്ച് ഇതിനെതിരെ റിയാക്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇതൊക്കെ നമുക്ക് നിർത്താൻ പറ്റത്തുള്ളൂ. റിയാക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബോൾഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു മനുഷ്യൻ എത്രത്തോളം സ്ട്രോങ് ആണ് എന്ന് തെളിയിക്കുന്ന കാര്യമാണ്. അപ്പോൾ റിയാക്ട് ചെയ്യുക. ഇവർ കാരണം നടിമാർക്കൊന്നും നേരെ ചൊവ്വേ നടക്കാൻ പോലും പറ്റത്തില്ല. ഏത് വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്കൂടെ ക്യാമറ കൊണ്ടുപോകും. അതാണ്, വസ്ത്രത്തിൻ്റെ ഉള്ളിൽ കൂടെ വരെ ക്യാമറ കയറ്റിയാണ് ഇവർ ഫോട്ടോ എടുക്കുന്നത്. അത് തെറ്റല്ലേ? പലരും ഇപ്പം ന്യായീകരിക്കാൻ വരും. അവരങ്ങനെ വസ്ത്രം ധരിച്ചിട്ടല്ലേ, അവരങ്ങനെ നടന്നിട്ടല്ലേ. നേരായ മാർഗത്തിൽ നടന്നാലും നല്ലതുപോലെ മൂടിക്കെട്ടി വസ്ത്രം ഇട്ടാലും ക്യാമറ ഇതിൻ്റെ ഇടയ്ക്കൂടെ കൊണ്ടുവരും. അത് തെറ്റല്ലേ? അപ്പം അതിനെതിരെ പ്രതികരിക്കുക. എല്ലാവരും പ്രതികരിക്കുക. ഇത്തരം ചാനലുകളെ വളർത്തിക്കൊണ്ട് വരാതിരിക്കുക, അവരെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. ഇത് മാത്രമേ ചെയ്യാൻ പറ്റൂ. എല്ലാവരും റിയാക്ട് ചെയ്തെങ്കിലേ കാര്യമുള്ളൂ. ഒരാൾ അവിടെ കിടന്ന് അലച്ചിട്ടോ, ഇപ്പോൾ പാർവതി റിയാക്ട് ചെയ്തത് കൊണ്ട് ആ ചാനൽ പൂട്ടി. വേറെ എത്ര ചാനലുകളുണ്ട്? ഇത്തരത്തിൽ പ്രവൃത്തി കാണിക്കുന്ന ഒരുപാട് ചാനലുകളുണ്ട്. അപ്പോൾ വളർത്തിക്കൊണ്ടുവരാതിരിക്കുക, അവരെ പ്രോത്സാഹിപ്പിക്കാതെ ഇരിക്കുക, അവർക്കെതിരെ റിയാക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അതെല്ലാവരും ചെയ്യുക.